സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സമാപിച്ചു. വിവാദങ്ങളിലൂടെ വികസിച്ച്, വിവാദങ്ങളിലൂടെ സംഭവിച്ച്, വിവാദങ്ങളിലൂടെ പര്യവസാനിച്ച ആഗോള അയ്യപ്പ സംഗമം വിവാദങ്ങൾക്കപ്പുറം ശബരിമലയുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ശബരിമലയുടെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി എന്തെല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെല്ലാം പ്രധാനപ്പെട്ട ഭാവിയിലേക്ക് ഉതകുന്ന രീതിയിലുള്ള എന്തെല്ലാം പ്രധാനപ്പെട്ട നടപടികളും ബാക്കിയാക്കുന്നുണ്ട്. സർക്കാരും ദേവസ്വം ബോർഡും പറയുന്നത് പോലെ സതുദ്ദേശപരമായ എന്തെല്ലാം ബാക്കിയാക്കിയാണ് ഇപ്പോൾ ഈ സംഗമം അവസാനിക്കുന്നത് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ശരി, അയ്യപ്പ സംഗമം ബാക്കിയാക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. പ്രധാന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇന്നിപ്പോൾ 3 സെഷനാണ് പ്രധാനമായും നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും. ആ സെഷനിലാണ് കാര്യമായ നിർദ്ദേശങ്ങളും ഒപ്പം അഭിപ്രായങ്ങളും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നത്. ആ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇനി ഈ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും കടക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായി ഇന്ന് ഈ സംഗമത്തിൽ ഉയർന്നത്? തിരക്ക് നിയന്ത്രിക്കാൻ AI സാങ്കേതിക വിദ്യ. ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാരും ദേവസ്വം ബോർഡും പരിഗണിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടുത്തെ തിരക്ക് കാര്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞ കുറിയും അതിന് മുന്നത്തെ കുറിയുമൊക്കെ സർക്കാരിന് സാധിച്ചിരുന്നതാണെങ്കിൽ കൂടിയും കാര്യക്ഷമമായി ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി AI സാങ്കേതിക വിദ്യയിലൂടെ പുതിയ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമായി ഉയർന്നത്. AI സാങ്കേതിക വിദ്യയിലൂടെയുള്ള പാർക്കിംഗ് സ്ലോട്ട്. നിലവിൽ മലയിലേക്ക് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. പമ്പയിലാണ് പാർക്കിംഗ് ഉള്ളത്. പമ്പയിലെ പാർക്കിങ്ങിൽ തന്നെ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ AI വഴി പാർക്കിംഗ് സ്ലോട്ടുകൾ ഉണ്ടാക്കുക. അപ്പം ഈ ആളുകളുടെ എണ്ണമെടുക്കൽ പലപ്പോഴും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എത്ര ഭക്തർ നിലവിൽ ഓരോ ദിവസവും അവിടെ എത്തുന്നുണ്ട് എന്നൊരു എണ്ണമെടുക്കാൻ പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ എണ്ണമെടുക്കുന്നതും AI വഴിയും ഡ്രോൺ വഴിയും നടത്തുക എന്നുള്ളതാണ് ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. മലകയറ്റത്തിനും ഇറക്കത്തിനും റോബോട്ട്. അപ്പോൾ ഈ പ്രായമേറിയ ആളുകൾ, സ്ത്രീകൾ, ഇവർക്കൊക്കെ മലകയറ്റത്തിന് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും വൈഷമ്യതകളും ഉണ്ടായിരുന്നു. അപ്പോൾ റോബോട്ടുകളുടെ സഹായത്തോടു കൂടി ഇത്തരം ആളുകൾക്ക്, വയ്യാത്ത അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് റോബോട്ടുകളുടെ ഒരു അസിസ്റ്റന്റ്, ഒരു സപ്പോർട്ട് നൽകാൻ കഴിയുമോ എന്നൊരു അഭിപ്രായവും കാര്യമായി ഉയർന്നു. സ്കാനിങ്ങിന് പകരം മുഖപരിശോധന. നിലവിൽ പമ്പയിൽ നിന്ന് മലയിലെത്തുന്നത് വരെയുള്ള ഇടങ്ങളിൽ ഈ രീതിയിലുള്ള സുരക്ഷാ പരിശോധനയുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധന. ദേഹമാകെ പരിശോധിച്ചുകൊണ്ടാണ് ഓരോ ഭക്തനെയും മലയിലേക്ക് കയറ്റിവിടുന്നത്. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടാണ് അത്. ദേഹമാകെയുള്ള പരിശോധന ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വിമാനത്താവളങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള മുഖപരിശോധനയിലേക്ക് കടക്കണമെന്നതാണ് ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. വലിയ നടപ്പന്തലിലെ പരിശോധന അപര്യാപ്തമാണ്. വലിയ നടപ്പന്തൽ നിലവിൽ മെറ്റൽ ഡിറ്റക്ടർ വഴിയുള്ള ഒരു പരിശോധനയുണ്ട്. അപ്പോൾ ആ പരിശോധന ഉണ്ടെങ്കിൽ കൂടിയും ഈ റോപ്പ് കെട്ടിത്തിരിച്ചുകൊണ്ട് വേഗത്തിൽ ആളുകളെ കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റാണ് നിലവിൽ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പോലീസിന്റെ സഹായത്തോടെ. അപ്പോൾ അത് അപര്യാപ്തമാണ് എന്നുള്ളൊരു വാദം ഉണ്ട്. അതിന് അക്കാര്യങ്ങളിലും ഒരു പുതിയ നടപടികൾ വേണമെന്നുള്ള ആവശ്യവും ഈ ഇന്ന് സംഗമത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പുല്ലുമേട് വഴി വരുന്നവർക്ക് നിലവിൽ ക്യൂ കോംപ്ലക്സ്, കാനനപാത വഴി വരുന്നവർക്ക് നിലവിൽ വിശ്രമിക്കാൻ ഇടമില്ല എന്നുള്ളത് കാലങ്ങളായുള്ള ഒരു പ്രശ്നമാണ്, ഒരു പരാതിയാണ്. അപ്പോൾ അവർക്ക് ഈ പമ്പയിൽ കാനനപാതയിലൂടെ വരുന്ന പുല്ലുമേട് വഴി വരുന്ന ഭക്തർക്ക് വിശ്രമിക്കാൻ ഒരു ക്യൂ കോംപ്ലക്സ്, അത് വേഗത്തിൽ അതിന്റെ നടപടികളിലേക്ക് കടക്കണമെന്നൊരു ആവശ്യവും ഉയർന്നു. അങ്ങനെ പലതരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു. ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ ഒരു 18-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ക്രോഡീകരിച്ച് ഈ 18-അംഗ സമിതി ദേവസ്വം ബോർഡിനും സർക്കാരിനും കൈമാറും. തുടർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് സ്വാഭാവികമായും ബോർഡും ഈ സർക്കാരുമാണ്. ശബരിയിൽ റെയിൽപാത പകുതി ചിലവഴിക്കും. ശബരി റെയിൽപാതയുടെ കാര്യത്തിലും എന്താ വെച്ചാൽ മലയിലേക്കുള്ള ഗതാഗത പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ നിർണായകമായ ചില അഭിപ്രായങ്ങളും പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി. അക്കാര്യമാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ശബരി റെയിൽപാതയാണ്. ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ പകുതി ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കാമെന്ന് നേരത്തെ തന്നെയുള്ള ഒരു ധാരണയാണ്. പകുതി ചെലവ് മാത്രം കേന്ദ്ര സർക്കാർ വഹിച്ചാൽ മതി. പക്ഷേ അതിന്റെ അനുമതി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ വൈകുന്നതിന് കാരണം കേന്ദ്രമാണെന്നൊരു കുറ്റപ്പെടുത്തൽ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതും
അടുത്ത വർഷത്തോടു കൂടി അതിന്റെ പരിപാടികളിലേക്ക് പദ്ധതികളിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കുവെക്കുകയുണ്ടായി. ഇനി വിമാനത്താവളമാണ്. വിമാനത്താവളത്തിന് കേന്ദ്രാനുമതി ഇതുവരെ ആയിട്ടില്ല. ഡിസംബറോടുകൂടി കേന്ദ്രം അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അടുത്ത വർഷത്തോടുകൂടി സ്ഥലമേറ്റെടുപ്പ് നടത്തി അടുത്ത വർഷത്തോടുകൂടി തന്നെ വിമാനത്താവളത്തിന്റെ പദ്ധതി നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും മുഖ്യമന്ത്രി ഇന്ന് പങ്കുവെക്കുകയുണ്ടായി. ഇനി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും വിലയിരുത്തലുകളും നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി RB സനൂപ് പമ്പയിൽ ചേരുന്നുണ്ട്. സനൂപ്, നമ്മൾ പലതരം വിവാദങ്ങളിലൂടെയാണ് ഇത് വികസിച്ചതും ഇന്നിപ്പോൾ നടന്നു കഴിഞ്ഞപ്പോഴും പലതരം വിവാദങ്ങൾ കേട്ടു. വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ശബരിമല മാസ്റ്റർ പ്ലാനിനായി, ആക്ഷൻ പ്ലാനിനായി, ശബരിമലയുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്തെല്ലാം ക്രിയാത്മകമായ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഇന്നത്തെ സംഗമത്തിൽ ഉയർന്നു. ആ രീതിയിൽ നല്ല ചിന്തകൾ ഏതെല്ലാം രീതിയിൽ ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ സംഗമം അവസാനിക്കുന്നത് സനൂപ്? വിവാദങ്ങളോടെയാണ് ആഗോള അയ്യപ്പ സംഗമം തുടങ്ങിയത്. അത് അവസാനിക്കുമ്പോഴും വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദം ഇതിൽ വന്ന ഡെലിഗേറ്റുകളുടെ എണ്ണം സംബന്ധിച്ചിട്ടാണ്. 4126 പേർ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒഴിഞ്ഞുകിടന്ന കസേരകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിപാടി പരാജയപ്പെട്ടു എന്നുള്ള വിമർശമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ കണക്കുകൾ കുറെ കൂടി വ്യക്തമാക്കി മന്ത്രി പറയുന്നുണ്ട്. എത്ര പേർ പങ്കെടുത്തു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര പേർ പങ്കെടുത്തു, വിദേശ രാജ്യങ്ങളിൽ ശ്രീലങ്ക, UK, USA തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പങ്കെടുത്തവരുടെ എണ്ണമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിപാടി വിജയമാണെന്ന് പറയുന്നുണ്ട്. 5000-ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ കൂറ്റൻ സ്റ്റേജൊക്കെ തന്നെയാണ് ഒരുക്കിയത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്രയും പേര് വന്നപ്പോൾ കുറച്ച് കസേരയ്ക്ക് ഒഴിഞ്ഞു കിടന്നതാകാം എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ ആ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം അതിൽ വിട്ട് കൊടുക്കാൻ തയ്യാറുമല്ല. മറ്റൊരു കാര്യം, ഇന്ന് നടന്ന ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ചർച്ചകൾ, 3 പാനൽ ഡിസ്കഷനാണ് നടന്നത്. അതിൽ ഒന്ന് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ച, രണ്ടാമത്തെ വിഷയം ഇവിടുത്തെ ശബരിമലയും അനുബന്ധ പ്രദേശങ്ങളും അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ശബരിമലയെ ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതിലൊരു ചർച്ച. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അത് ആൾക്കൂട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആൾക്കൂട്ട നിയന്ത്രണത്തിന്റെ കാര്യം പറയുമ്പോൾ അതിൽ ഉയർന്നു വന്ന ഒരു ചർച്ച, നിലവിലിപ്പോൾ ക്രൗഡ് മാനേജ്മെന്റ് എന്ന സങ്കല്പത്തിലാണ് പോലീസ് ഇവിടെ ഇടപെട്ട് ഈ പറയുന്ന തിരക്കൊക്കെ നിയന്ത്രിക്കുന്നത്. ആ സമയത്ത് പോലീസിന് ബലം പ്രയോഗിക്കാം, അവരുടേതായിട്ടുള്ള നിയമങ്ങളും മറ്റുമൊക്കെ പ്രയോഗിക്കാൻ കഴിയും. പക്ഷേ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് പിൽഗ്രിം മാനേജ്മെന്റ്, അതായത് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ആ സമയമാകുമ്പോൾ ഈ പറയുന്ന പോലെ ബലം പ്രയോഗിച്ചൊന്നും തീർത്ഥാടകരുമായിട്ട് സംഘർഷത്തിലേക്കോ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കോ ഒന്നും കൊണ്ട് വരേണ്ടി വരില്ല. അതുകൊണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് പുതിയൊരു പ്രോട്ടോകോൾ കൂടി തയ്യാറാക്കിക്കൊണ്ട് പോലീസിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച് പുതിയ പ്രോട്ടോകോൾ പ്രകാരം ഇവിടുത്തെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന, അതായത് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണമെന്നുള്ളൊരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഈ മാസ്റ്റർ പ്ലാൻ, അതിന്റെ ആ പ്ലാന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്രയും വേഗം തുടങ്ങണം. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഉടൻ തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചയും ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാര്യമായിട്ടുള്ള ചർച്ചകൾ തന്നെ നടന്നിട്ടുണ്ട്. ഇനി ഇത് 3 കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൂടുതൽ നിക്ഷേപങ്ങളടക്കം, അതായത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിക്ഷേപങ്ങളടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. കൂടുതൽ നിക്ഷേപങ്ങളടക്കം വരുമെന്ന് ദേവസ്വം ബോർഡും സർക്കാരും പ്രതീക്ഷിക്കുന്നു. അത് വൈകാതെ തന്നെ ആ നിക്ഷേപങ്ങളുടെ ഒരു പ്രഖ്യാപനം നടത്തും എന്ന ഒരു വിവരം കൂടി ഇന്നിപ്പോൾ പമ്പയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇതിന് വിശദാംശങ്ങളാണ് RB സനൂപ് നൽകിയത്.